അതെ, അങ്ങനെ കിഷ്കിന്ദ കാണ്ഡം കണ്ടു. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ സർ, അശോകൻ, ജഗദീഷ് എന്നിവ അഭിനയിച്ച ഒരു അടിപൊളി സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ പടമാണ് കിഷ്കിന്ദ കാണ്ഡം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ് ടു ദിൻജിത്ത് അയ്യത്തൻ, ദ ഡയറക്ടർ. അടിപൊളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ലൊക്കേഷൻ ഫോർ എ പെർഫെക്റ്റ് മൂവി. പ്രൊഡ്യൂസർ ജോബി ജോർജ്, എഴുതിയത് ബാഹുൽ രമേശ്. അടിപൊളി സ്റ്റോറിയാണ്. ഓരോ സിറ്റുവേഷൻസിലും നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന സ്റ്റോറിയാണ് എഴുതി വെച്ചേക്കുന്നത്. സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിജയരാഘവൻ സാറാണ്. വിജയരാഘവൻ സാർ ഹാസ് നെയിൽഡ് ഇറ്റ്. എന്നാ പെർഫോമൻസ് ആയിരുന്നറിയാമോ സ്ക്രീനിൽ. ചില സീൻസൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇറിറ്റേറ്റ് ആവും. അതേപോലെ തന്നെ ചില സീൻസ് വരുമ്പോഴത്തേക്കും ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്യും നമ്മളെ. അപർണ ബാലമുരളി ഹാസ് ഓൾസോ ഡൺ ആൻ അമേസിങ് വർക്ക്. സട്ടലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആസിഫ് അലി. ക്ലൈമാക്സിലൊരു സീനുണ്ട്. വിജയരാഘവൻ സാറിൻ്റെ മോനാണല്ലോ ആസിഫ് അലി. ആസിഫ് അലിയും അദ്ദേഹം തമ്മിലുള്ളൊരു സീൻ ക്ലൈമാക്സിൽ, ഓ മൈ ഗോഡ്, ഗൂസ് ബംസ് ആയിപ്പോയി കേട്ടോ. ഇങ്ങനെയുള്ള നല്ല സ്റ്റോറീസാണ് മലയാളം ഇൻഡസ്ട്രിക്ക് ആവശ്യം. ഫാബുലസ് റൈറ്റിംഗ്. ഫസ്റ്റ് പടമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഋതുവിലുള്ള ആസിഫ് അലിയും ഇപ്പോഴത്തുള്ള ആസിഫ് അലിയും. മൈ ഗോഡ്, വാട്ട് എ ചേഞ്ച്. ജഗദീഷ് ചേട്ടൻ ഒരു വാറ്റുകാരനായിട്ടാണ് ഇതിനകത്ത്. യു വിൽ ലവ് ഇറ്റ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. ടെക്നിക്കൽ ടീമിനെ കുറിച്ച് പറഞ്ഞേ മതിയാവും. ഇത് എഴുതിയതും സിനിമാറ്റോഗ്രഫിയും ബാഹുൽ രമേശാണ്. എഡിറ്റിങ് സൂരജ് ES. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് മുജീബ് മജീദ്. നല്ല മ്യൂസിക് ആയിരുന്നു. ഡിസ്റ്റർബിംഗ് അല്ലായിരുന്നു. ആ സിറ്റുവേഷൻസിലൂടെ പിടിച്ചിട്ട് നമ്മളെ മ്യൂസിക് ഒത്തിരി സഹായിച്ചു. ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗിങ് ആയിട്ട് തോന്നത്തില്ല. നെക്സ്റ്റ് എന്താണ് ആവാൻ പോകുന്നത്. പടത്തിന് സ്പോയിലർ പറയുന്നില്ല, പക്ഷേ എന്നാലും ഞാൻ ചെറിയൊരു ഹിൻഡ് ചെയ്യാൻ തരാം. വിജയരാഘവൻ സർ റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്. അപ്പോൾ ആളുടെ ജീവിതത്തിലുണ്ടായ പ്രോബ്ലംസും പ്ലസ് ആസിഫ് അലിയുടെ പ്രോബ്ലംസും അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു വലിയൊരു ഇൻസിഡൻറ്റിനെ അനുബന്ധിച്ചാണ് ഈ പടം ഫുള്ള്. ഈ പടത്തിൻ്റെ ഫുൾ റിവ്യൂ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണാം. നിങ്ങൾ പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.